ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗോവ ഫാമിലി ട്രിപ്പിൻ്റെ വ്ളോഗാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഗോവയ്ക്ക് പോയിട്ട് 2 മാസമായി, പക്ഷെ ഞാനിതുവരെ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, അപ്ലോഡ് ചെയ്യാനല്ല, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് മടിയും കുറച്ച് മടിയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റ് ആയത് കേട്ടോ. യെസ്, നമ്മൾ ഗോവയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കക്ഷീണത്തിലാണ്. നമ്മൾ വെളുപ്പിന് ഒരു 3 മണി 3:30 ആയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നത്. അമ്മയുടെ മുഖമൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഉറക്കക്ഷീണം ഉണ്ടെന്ന്. കണ്ടോ, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പം നമ്മൾ നേരെ അവിടെ നിന്ന് വേറൊരു റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രഷൊക്കെ ആവാൻ വേണ്ടി. കാരണം നമ്മൾ രാവിലെ 9:30 സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. അപ്പം അതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാനും ഒന്ന് ഇറങ്ങി എഴുന്നേക്കാനും വേണ്ടിയിട്ടായിരുന്നു. അപ്പം രാവിലെ തന്നെ എല്ലാവരും സുന്ദരക്കുട്ടപ്പന്മാരൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ 20 സീറ്റുള്ള ട്രാവലറാണ് നമുക്ക് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും ഡാൻസും കൂത്തൊക്കെ ആയിട്ട് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് അഗോഡ ഫോർട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഹിന്ദിക്കാരനാണ്. പക്ഷെ നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ ഹിന്ദി അറിയുന്നതുകൊണ്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റി, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയതായിരുന്നു. പിന്നെ നമുക്ക് മലയാളി ഗൈഡ് ഉണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ കൂടെ ഇല്ല, നമ്മൾ പക്ഷെ എന്താവശ്യത്തിന് വിളിച്ചാലും അവർ അപ്പം തന്നെ ഓടിയെത്തും കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങിപ്പോൾ അഗോഡ ഫോർട്ടിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ വെളുപ്പിന് 3:20 ഞങ്ങൾ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു റൂം നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫ്രഷായി ഇപ്പോൾ 10 മണിക്ക് ഞങ്ങൾ ഫോർട്ട് കാണാൻ വേണ്ടി വന്നേക്കും. അങ്ങനെ ഞങ്ങൾ അഗോഡ ഫോർട്ടിലെത്തി. എല്ലാവരും യോ പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. യോ ഇല്ലാത്തൊരു പരിപാടി ഇല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ കണ്ടു. നല്ലതാണ് കേട്ടോ, നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് വലിഞ്ഞു. അടുത്തത് നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ നട്ടപ്പാറ വെയിലായതുകൊണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെയിൽ കൊണ്ട് ഇങ്ങനെ നടക്കണം. കുഴപ്പമില്ല, നമ്മൾ ടൂർ വന്നേക്കാണല്ലോ. ഇപ്പം ഗോവ എന്ന് പറയുമ്പോൾ മൊത്തം ബീച്ചാണ്. അപ്പം നമുക്ക് ബീച്ചാവുമ്പോൾ വെയിലുണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ സഹിച്ച് തന്നെ പോകണം. പിന്നെ നമ്മൾ ലഞ്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ ഹോട്ടലിലാണ് എപ്പോഴും വരാറ് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് സ്നോ പാർക്കിലാണ്. നമ്മൾ മസ്റ്റായിട്ടും പോകണമെന്ന് വിചാരിച്ചിട്ട് പോയ ഒരു പ്ലേസ് ആണ് സ്നോ പാർക്ക് എന്ന് പറയുന്നത്. കാരണം കുട്ടീസൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു പ്ലേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല, നമുക്ക് അധികം നേരം ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് തണവായതുകൊണ്ട് നമ്മൾ ശരീരമൊക്കെ ആകെ കോച്ചി പിടിച്ചിട്ട് നമുക്ക് വേണ്ടി അവിടെ നിൽക്കാനേ പറ്റില്ല. പിന്നെന്താന്ന് വെച്ചാൽ അത്യാവശ്യം DJ ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിനകത്ത് അടിച്ച് പൊളിച്ച് ഫോട്ടോസൊക്കെ കുറേ എടുത്ത് ഞങ്ങൾ അവിടുന്ന് പോന്നു. നേരെ റൂമിലേക്കാണ് പോയത്. നമ്മൾ 4 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. AC റൂമായിരുന്നു. അടിപൊളി റൂമാണ്. എല്ലാം തന്നെ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള റൂം. ബാൽക്കണി ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കിടന്ന റൂമിൽ മാത്രം ബാൽക്കണി, ഞങ്ങൾ കിടന്നതല്ല, ബാക്കി റൂമിൽ അങ്ങനെ തന്നെയായിരുന്നു. ഒരു റൂം മാത്രമായിരുന്നു റോഡിന്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റിയത്. നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഇത് കാണാനല്ലല്ലോ വന്നത്. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ കയറി എല്ലാവരും സെറ്റായി, പിള്ളേഴ്സൊക്കെ സെറ്റായി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ ചപ്പോറ ഫോർട്ട് അതാണ് കാണാൻ പോയത്. ഇതും അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഈ ഒരു ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കാണാം. ബീച്ച് വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയായിരുന്നു ഇതും. ഈ ഒരു ഗോവ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ കുറേ ഏജൻസികൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയ ഒരു ട്രിപ്പ് ആവുന്നുണ്ടുള്ളൊരു പേജ് വഴിയായിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയത്. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് നല്ല കുറഞ്ഞ റേറ്റിൽ ഈ ഒരു ഗോവ ഫുൾ കാണുന്നുണ്ടെങ്കിൽ ട്രിപ്പാവിന് കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ബീച്ചിലേക്കാണ് പോയത്. വാഗഡോർ, അഞ്ജന ബീച്ച്, ബാഗ ബീച്ച്, അങ്ങനെ 3 ബീച്ചായിരുന്നു. അപ്പം ഈ കാണുന്നത് ഏത് ബീച്ചാണെന്ന് എനിക്ക് ഓർമ്മയില്ല.
എന്തായാലും ബീച്ച് അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ മെയിനായിട്ടൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അതായത് ഹെയർ ബ്രൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ സാധിച്ചത്. നമ്മൾ ഇവിടെ നിന്ന നേരം കൊണ്ട് നമ്മൾ ആ ഒരു ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു. അപ്പം ഗോവയിൽ വന്നിട്ട് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അതെന്തായാലും നമ്മൾ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഒറ്റ ദിവസം ഞങ്ങൾ വെച്ചുള്ളൂ. വൈകിട്ട് റൂമിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു കളഞ്ഞു. ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം നമ്മളത് അങ്ങോട്ട് സാധിച്ചു തന്നെ പറയാം. അത്ര ആ ഒരു പൂതിക്ക് അങ്ങോട്ട് ചെയ്തു, അത്ര തന്നെ. ഐ തിങ്ക് ഇതാണ് അഞ്ജന ബീച്ച് എന്ന് തോന്നുന്നത്. കാരണം ഫസ്റ്റ് കാണിച്ചത് വാഗഡോർ ആയിരിക്കും. അപ്പോൾ ഇതാണ് അഞ്ജന ബീച്ച്. ഇവിടെ പോയി നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ബീച്ച് കാണാൻ അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് എല്ലാവരും ബീച്ചിലേക്കൊന്നും പോയില്ല. ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇറങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ നേരെ ബാഗ ബീച്ചിലാണ്. ഇത് ബാഗ ബീച്ചാണ് കേട്ടോ. ഇതും അടിപൊളിയാണ്. നല്ല വലിയ ബീച്ചായിരുന്നു. ഈ ഒരു സായിപ്പും മദാമയൊക്കെ കിടക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതവിടെ മണിക്കൂറിന് 100 രൂപ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അത് നമ്മൾ ഒരു സീറ്റ് അങ്ങോട്ട് മേടിച്ചു. കാരണം പാച്ചു അപ്പളത്തേക്കും ഉറങ്ങി. അപ്പോൾ ഉറങ്ങിയപ്പോൾ അവിടെ കുറച്ചു നേരം കിടത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതൊന്നും അങ്ങനെ എടുത്തു. കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. റൂമിൽ ചെന്നിട്ട് ഇതാണ് ഞങ്ങളുടെ മെയിൻ കലാപരിപാടി കേട്ടോ. പൂളിൽ കുളിക്കുക, പൂളിൽ റീൽസ് എടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി ജസ്റ്റ് അവിടെ അടുത്തുള്ളൊരു ബീച്ച് ഉണ്ടായിരുന്നു. ആ ബീച്ചിൽ പോയി അവിടുത്തെ നൈറ്റ് വൈബൊക്കെ ഒന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളി ആയിരുന്നു കാണാൻ തന്നെ കേട്ടോ. അപ്പം ഇത് ഞങ്ങൾ ഈ ഒരു പോക്ക് ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ നമ്മുടെ നിർബന്ധപ്രകാരം നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ തിരിച്ചു വരുമ്പോൾ അതെ ഇത് കണ്ടോ, ഈ ടാറ്റു. ഇത് എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. ആ കാര്യം കൂടി അന്ന് സംഭവിച്ചു. ടാറ്റു അടിച്ചു. ആദ്യമായിട്ട് ഞാനും വിസ്മയും ടാറ്റു അടിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ചേട്ടൻ സമ്മതിക്കുന്ന. ആദ്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുത്തു. അങ്ങനെ ടാറ്റു അടിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ കുറച്ച് പെയിനൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഓക്കെ ആയി. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഷോപ്പായിരുന്നു. ഇത് നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. ലാസ്റ്റ് നമ്മൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ആണ് ടാറ്റു അടിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഡേ 3 നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയാണ് റൂം വെക്കേറ്റ് ചെയ്യുന്നത്. നേരെ നമ്മൾ നോർത്ത് ഗോവയിലായിരിക്കാം കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് വെക്കേറ്റ് ചെയ്തിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും ബാഗൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിന്ന് വണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് വളയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് ഓൾഡ് ഗോവ ചർച്ച്, മാങ്കേഷ് ടെമ്പിൾ, പിന്നെ ഒരു മ്യൂസിയം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ബീച്ചുണ്ട്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നേരെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോട്ടലിൽ ചെന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പൂരി, മസാലക്കറി, അതുപോലെ തന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാസ്ത ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം എടുത്ത് പറയാം, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഓൾഡ് ഗോവ ചർച്ചിലെത്തി. അപ്പോൾ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും അതുപോലെ തന്നെ ചേച്ചിയുടെ അമ്മയുടെ അപ്പയുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. അവരെ മാത്രമല്ല എല്ലാവരും ആഗ്രഹമായിരുന്നു ഓൾഡ് ഗോവ ചർച്ച് കാണുന്നത്. പിന്നെ അവിടെ ഒരു പുണ്യാളനുണ്ടല്ലോ, പുണ്യാളനെ ഒന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹം അങ്ങനെ സാധിച്ചു. എല്ലാവരും കണ്ടു. പിന്നെ പുറത്തിറങ്ങി എല്ലാവരും ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. നേരെ ആ മ്യൂസിയത്തിലേക്കാണ് പോയത്. അവിടെ പോയിട്ട് അതൊരു ചർച്ച് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ കല്ലറകളുണ്ട് ആ പള്ളിയുടെ ഉള്ളിൽ. അതാണ് മെയിനായിട്ട് കണ്ടത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും അവിടെ കണ്ടില്ല. ഞങ്ങൾ വേഗം തന്നെ ഞങ്ങൾ പോന്നു. കാരണം ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ അതെ ഈ ഒരു റീല് നമ്മൾ മസ്റ്റായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു വെച്ച് പോയ റീലാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഈ റീൽസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരെ അവിടെ നിന്ന് പോകാണ്. അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. ഫുഡ് കഴിക്കാൻ ഗോവൻ ട്രഡീഷണൽ ഫുഡാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഫുഡ് നമുക്ക് വിചാരിച്ച പോലെയല്ല.
ട്രഡീഷണൽ ഫുഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കഴിക്കാനൊരു മടി ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ മങ്കേഷ് ടെമ്പിളിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ കയറുമ്പോൾ തന്നെ ഒരു പൈപ്പൊക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ അവിടെ ഒരു സൈഡിൽ ചെരുപ്പൊക്കെ ഇട്ടൊക്കെ സ്ഥലമുണ്ട്. അവിടെ ചെരുപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് കാലൊക്കെ കഴുകിയിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കയറാനായിട്ട്. അത്രയ്ക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസാണ്. പിന്നെ ഇത് അവിടുത്തെ പ്രസാദമാണ് ലഡു. ഈ ലഡു വലിയ ലഡു ആണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് മേടിക്കണം തോന്നി. അങ്ങനെ ഒരു ലഡു മേടിച്ച് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചിട്ടോ. പിന്നെ ഈ ഒരു ബീച്ചാണ് നമ്മുടെ ലാസ്റ്റത്തെ ബീച്ച്. ഇവിടെ ജസ്റ്റ് ഒന്ന് പോയി നിന്ന് കണ്ട് അപ്പം തന്നെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരാണ്. അതിന് മുൻപ് നമ്മളിത് ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറിയൊക്കെയാണ്. ഇതൊരു ഹോട്ടൽ തറവാടാണ് കേട്ടോ. അടിപൊളിയാണ്. ഈ ഒരു എന്താ മലയാളികളുടെ ഹോട്ടലാണെന്നാണ് തോന്നുന്നത്. കാരണം പേര് കണ്ടിട്ട് അങ്ങനെയാ തോന്നി കേട്ടോ. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. പൊറോട്ട ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്. നമ്മളൊക്കെ 2 തവണയൊക്കെ മേടിച്ച് കഴിച്ചിട്ടോ. അടിപൊളി ഫുഡായിരുന്നു. നമുക്ക് ഫുഡൊക്കെ നമുക്ക് ആവശ്യത്തിന് കഴിക്കാം, പക്ഷെ അവിടെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് 10 മണിക്ക് എന്തായിരുന്നു ട്രെയിൻ. പിന്നെ നമ്മൾ നേരെ നമ്മൾ തൃശ്ശൂരാണ് ഇറങ്ങിയത്. നമ്മൾ തൃശ്ശൂർ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ബസ്സിനാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അങ്ങനെ നമ്മുടെ ഗോവൻ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ തിരിച്ചു പോകുന്നതിൻ്റെ ഫുട്ടേജസ് ഒന്നും എടുത്തില്ല, അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.